اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله عزيزا. صدق الله مولانا العظيم، صدق وبلغ نبيه الرسول الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. എനിക്ക് ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ വളരെ സുദീർഘമായി സംസാരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും സമയം രാത്രിയുടെ അന്ത്യയാമത്തിലെത്തിയിട്ടും പിരിഞ്ഞു പോകാതെ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഈ സദസ്സിൽ നിങ്ങളൊക്കെ ചെയ്യുന്നത് കാര്യമായ പുണ്യമാണ്, കാര്യമായ ഒരു ഇബാദത്താണ്. ഇസ്ലാമിന്റെ പേരിൽ വ്യാജം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഏതായാലും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന ഒരു മുടിയെക്കുറിച്ച് സംശയമല്ല, പക്ഷേ മുടിയുടെ തലയെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട്. അതേത് തലയിൽ നിന്ന് വന്ന മുടിയാണെന്ന് ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഏത് തലയിൽ നിന്ന് വന്ന മുടിയാണെന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഞാൻ ഈ സമയത്ത് സുദീർഘമായി പറയല്ല. തൽക്കാലം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ വാദം ഞാൻ പറയാം. എ.പി. വിഭാഗത്തിലെ മറ്റുള്ള ആളുകളുടെ വാദവും പറയാം. എന്താണത്? ബോംബെയിൽ നിന്ന് ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല എന്ന് പറയുന്ന ഒരാൾ കുറച്ച് മുടി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുത്തു. അവിടുന്ന് തന്നെയാണ് നമ്മളും മുടി വാങ്ങിയത്. അത് മറ്റൊരു കഥ, അത് ഞാൻ പറഞ്ഞു വരാം. ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല തന്ന മുടിക്ക് സനദുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോഴദ്ദേഹം വ്യത്യസ്തമായ ഒരുപാട് സനദുകൾ ഉണ്ടാക്കി. ഈ കളി കണ്ടപ്പോൾ സനദുണ്ടാക്കാൻ കൂട്ടുനിന്നവരുടെ മനസ്സിൽ തന്നെ വേദന തോന്നി. സനദുണ്ടാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടെന്നും എനിക്ക് കഴിയാതെ വന്നപ്പോൾ ഇന്നാളാണ് സനദുണ്ടാക്കിയതെന്നും ആ സനദിന് ചരിത്രപരമായ പിൻബലമില്ല എന്നും പറഞ്ഞു. ഈ സനദ് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഖാദിരി ബറക്കാത്തി ത്വരീഖത്തിന്റെ സിൽസിലയാണ്, നമുക്ക് വേണ്ടത് അതല്ല എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതെന്നെ കാന്തപുരത്തിലുള്ളൊരു മറുപടിയാണ്. എന്താണ് ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസിലയുടെ പ്രാധാന്യം? അതിൽ പറയുന്ന ദിക്റുകളൊക്കെ ഹദീസിൽ വാരിദായതാണ്. പക്ഷേ ഒരാളോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നീ 1111 പ്രാവശ്യം ചെല്ലണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അയാൾ ചോദിക്കും, അയാളോട് പറഞ്ഞു കൊടുക്കണം, ഇന്നാളാണ് ഇന്ന കാലഘട്ടത്തിൽ മരിച്ചിട്ടുണ്ട് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട രേഖകൾ മുരീദന്മാർക്ക് പറഞ്ഞു കൊടുക്കണം. അയാളുടെ ഷെയ്ഖിന്റെ പേര് അങ്ങനെ അഷ്റഫുൽ വറ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സന്ധിക്കുന്ന ഗുരു പരമ്പരകളുടെ പേരാണ് സിൽസില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ചെല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്നതുകൊണ്ട് സനദില്ലാതെ അംഗീകരിക്കപ്പെടൂല എന്നർത്ഥം. തിരിഞ്ഞില്ല? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഓതുന്നത് ഖുർആനായതുകൊണ്ട് മുസൽസിലായ സനദില്ലെങ്കിൽ പറയാൻ പാടില്ല എന്നാണ് നിയമം. എന്നിട്ട് അതുപോലും സനദുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത്, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ബറക്കാത്തി തുരീഖത്തിലെ ഖാദിരിയത്തുൽ ബറക്കാത്തിയ്യ എന്ന് പറയുന്ന ഒരു ശാഖയുടെ സനദാണ് അവതരിപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് അതിന്റെ പൊള്ളത്തരൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് ആളുകളുടെ ചരിത്രം പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. ഇത് നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പുതിയ വാദം കൊണ്ടുവന്നു, ആസാറുകൾക്ക് സനദ് ആവശ്യമില്ല. എ.പി. വിഭാഗത്തിലെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ 2 ദിവസം മുമ്പൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, ആക്കോടാണ് വളരെ സൂക്ഷിക്കണമെന്ന്. സ്ഥലം എന്താണ്? ആക്കോടാണ് വളരെ സൂക്ഷിക്കണമെന്ന്. കാന്തപുരത്ത് പോയിട്ട് വേളറിന്റെ നമുക്കൊന്നും പറ്റിയില്ല, പിന്നെ ആക്കോട്. കാന്തപുരത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അയലൊക്കക്കാരനാണ് മൊയ്ലിയര്, അയൽബന്ധം ആലോചിച്ചിട്ട് നിങ്ങൾ പോയി ചെല്ലണം, അയാളോട് ആ മുടിയൊന്ന് കാട്ടിത്തരാൻ പറയണം എന്നറിയാം. സംഘടന വേണ്ട, അയൽബന്ധം. മുണ്ടിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കാന്തപുരം പറഞ്ഞ വാദമനുസരിച്ച് സനത് വേണ്ട, ഇനി ചോദിക്കരുത്. പിന്നെ നമ്മൾ പറഞ്ഞു നേലുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പറഞ്ഞു നേലുണ്ടോ എന്ന് നോക്കാൻ പരീക്ഷണത്തിന് വിധേയമാക്കാൻ. ആദ്യത്തെ വാദം, ഇത്രയൊക്കെ കഷ്ടപ്പെടാണ്ട് ഒരു ടോർച്ച് അടിച്ച് നോക്കിയാൽ പോരെ എന്ന് നമ്മൾ ചോദിച്ചു. പറഞ്ഞു അത് ബോധ്യപ്പെടണം. എഴുതിയ ലേഖനങ്ങളിൽ പറഞ്ഞു നേലുണ്ടായിരുന്നു. അതുപോലെ ലത്തീഫിയായി എന്ന ആ മനുഷ്യൻ തന്നെ സുന്നി വോയിസിൽ എഴുതി. കയ്യിൽ ഒരു മുണ്ടെന്ന് മനസ്സിലായപ്പോൾ പേരോട് വ്യാഖ്യാനം തുടങ്ങി. വേറെ തെളിവ് വേണം. 76-ൽ തെളിഞ്ഞ കാര്യം ഇപ്പോ മറഞ്ഞു. കാരണം എന്താ? കാരണം വ്യക്തമാണ്, കയ്യിലുള്ളതിന് നയലുണ്ട്. അപ്പൊ ഇനി വേണ്ടത് പുതിയ നിയമങ്ങളാ. വിഷയം അവിടെ അവസാനിച്ചില്ല. നമ്മൾ പറഞ്ഞു സംശയം തോന്നിയിരുന്നത് പഴയ കാലത്ത് സഹാബത്തും താബിഈൻ ചെയ്തത് കത്തിച്ചു നോക്കലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കടുത്ത ഹറാമാണ്. ഇവിടെയാണിപ്പോൾ വാദം നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? സനതുണ്ടോ? ഇല്ല. കത്തിച്ചു നോക്കാൻ പറ്റുമോ? അതുമില്ല. നദലുണ്ടോ നോക്കിയാൽ തെളിവില്ല. പിന്നെ അമ്പിയാക്കന്മാരെ ശരീരത്തിൽ ഉറുമ്പരിക്കില്ല. അതുകൊണ്ട് അതിൽ തേൻ പുരട്ടി വെച്ചാൽ ഉറുമ്പ് വരുമോ എന്ന് നോക്കാം. കത്തിക്കേണ്ട പ്രശ്നമില്ലല്ലോ, ടോർച്ചില്ലെങ്കിലും കാര്യം നടക്കുമല്ലോ. ഉറുമ്പിനാരും ഫീസ് കൊടുക്കണ്ടല്ലോ, വന്നതിന്റെ പേരിലും വരാത്തതിന്റെ പേരിലും. അത്തരം ഒരു പരീക്ഷണത്തിനും തയ്യാറല്ല. കോട്ടെ, ഇതൊക്കെ അംഗീകരിച്ച് ആ കോട്ടെ മുടി കൊണ്ടുവരികയും അതിന്റെ സനതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ കോട്ട് വന്ന് പറഞ്ഞില്ല, ഇസ്ലാമിക് സെന്ററിൽ കൊടുത്ത മുടിക്ക് സനത് ഉണ്ടായിരുന്നില്ല, തിരിച്ചു കൊടുത്ത മുടിക്ക് സനതുണ്ട്. അത്രേ ഇപ്പൊ ഞാൻ പറയണുള്ളൂ. മനസ്സിലായില്ല? ഇങ്ങോട്ട് തന്ന മുടിക്ക് സനത് ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് കൊടുത്ത മുടിക്ക് സനതുണ്ട്. അത് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് വേറൊരു കഥ. കാരണം ഒരു തെളിവില്ലല്ലോ. ഇനി ഞാൻ പറയുന്നത്, ഈ 3 മുടി വെച്ചിരിക്കുന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ തലയിൽ മുടിയില്ലേ? മുടിയില്ലേ? ഇത് സൂക്ഷിച്ച മുടി നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലായില്ല? മനസ്സിലാവുണ്ടോ? എന്താ ചെയ്യാ? നദലുണ്ടാക്കാൻ പറ്റുമോ? സനത് പോട്ടെ, സനത് മുടിക്ക് ഇന്ന മുടിന്റെ നമ്പർ ഇട്ടിട്ടല്ലോ സനത്, രജിസ്ട്രേഷൻ സനതല്ലല്ലോ. അത് വിട്. നദലുണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. നദലുണ്ടെന്നതിന് തെളിവില്ല. ഉണ്ടാവില്ല എന്നുള്ളത് എന്തില്ല? തെളിവില്ല. അതിനൊന്നും. അപ്പോൾ യാദൃശ്ചികമായി വീഴാൻ സാധ്യതയുള്ള മുടി എന്താക്കും?
അത് ആരെങ്കിലും അതിൽ മുടിയിടുവോ? അതേക്കും ചോദിക്കാം. നമ്മളെ പരിയിലൊക്കെ കുട്ടികളും പെണ്ണുങ്ങളും സ്ത്രീകൾ കൂട്ടാണ്ടാക്കലുണ്ട്. അല്ലെ ഇറച്ചിയൊക്കെ വരട്ടുമ്പോ അതിലൊരു കഷ്ണം മുടി കുടുങ്ങലുണ്ട്. അത് ഇട്ടിട്ടാ? നിങ്ങൾ പറയും. അല്ലെങ്കിൽ SKSFR മുടി പ്രദർശനത്തിനടുത്ത് കൊണ്ടുപോയി കുറച്ച് മുടിയിട്ട് ഇന്നെ പോലത്തെ ഏതെങ്കിലും ഒരു പിരാന്തൻ. എന്നിട്ട് ഇവരിങ്ങനെ മുടി കാണിച്ചിരുമ്പോ തുറന്നിട്ട് അയക്കുക ഈ മുടിയൊക്കെ കെട്ട്. നിങ്ങൾ എന്താട്ടാ? ഏതാണ് ഒറിജിനൽ, ഏതാണ് നിങ്ങളെ ഭാഷയിലെ ഡ്യൂപ്പ്? ഞങ്ങളെ വിട്ടാളി. ഞങ്ങൾക്ക് ആ വെള്ളം വേണ്ട, വലക്കും വേണ്ട. നിങ്ങൾ ഈ വെള്ളം കുടിക്കണമെന്ന കഥ പറയാണ് ഞാൻ. ഇതിന് കിതാബ് ഓതണോ? ഇതിന് നിങ്ങൾ ഈ പറഞ്ഞതിന് മണിക്കൂറുകളോളം വേണോ? പെട്ടെന്ന് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു കാര്യമായിട്ട്. ഇതുകൊണ്ട് തന്നെ ഈ ബഹുമാനിക്കപ്പെടുന്ന വസ്തുവിന് അല്ലാഹു തആല പ്രത്യേകമായ സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞത്. കത്തുകയില്ല, നെതലുണ്ടാവുകയില്ല, ഉറുമ്പരിക്കുകയില്ല. വ്യാപകമായി ഇനി ഷെയറെ മുബാറക്ക് കാണാൻ പോണ ആൾക്കാരൊക്കെ മുടി മൊട്ടടിച്ചു പോണ നിയമം വെക്കാൻ പറ്റുമോ? കാരണം എല്ലാവരും സുന്നത്തനുസരിച്ച് നീട്ടിയാലോ? AP പറയണത് മുടി എന്താ അറബിന്റെ പേര്? ഖസ്റജി. എന്ത് ഖസ്റജി? ആളെ പറഞ്ഞ് പേടിപ്പിക്കണേ. ലാ ഹിജറത ബഅദൽ ഫത്ഹി. മക്കം ഫതഹിന്റെ ശേഷം ഹിജറയില്ല. അപ്പോൾ മക്കം ഫതഹിന് ശേഷം ഒരാൾ മദീനയിൽ താമസമാക്കിയാൽ അയാളെ മുഹാജിർ എന്ന് പറയില്ല. കിതാബ് ഇത്തലക്കെന്ന് വേണം നമ്മളോട് ഓതിത്തരാം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അൻസാറുകൾ വഫാത്തായതിനു ശേഷം അവരെ സന്താന പരമ്പരകളിൽ ജനിക്കുന്നവരെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗത്തിൽപ്പെട്ടതല്ല. ഹബ്ബുൽ അൻസാരി മിനൽ ഈമാൻ എന്നൊക്കെ മൂപ്പർ ഓതിയിട്ടുണ്ട്. അത് പണ്ടൊരാള് കോൺഗ്രസേക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അലന്തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, കോൺഗ്രസേക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു കോൺഗ്രസും അലന്തറ കൈഫയും തമ്മിൽ എന്താ ബന്ധാന്ന്. അപ്പൊ ഓതിയാള് പറഞ്ഞു അത് ഞാൻ ബറക്കത്തിനൊരു അലന്തറ കൈഫ് ഓതിയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണേ. ഇങ്ങനെയാണ് ഇവരെ ആയത്തും ഹദീസൊക്കെ. ഇതിങ്ങനെ പറയുന്നത് കേട്ടാ തോന്നും സംഭവം ഇങ്ങനെ നീട്ടിയിട്ട് ആ പേരോട് പാവം അയാളെ കൗത്ത് ഉളുക്കിയിട്ടുണ്ടാവും ആട്ടിച്ചാട്ടി. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അത് വിടുക. പിന്നെ ഇവിടെ പ്രസംഗിച്ചൊരു അശരിയുണ്ട്. അതൊരു ശൈഅം മദ്കൂർ അല്ല, അതിനെപ്പറ്റി പറയാനുമില്ല. ദുനിയാവ് എന്താന്ന് അക്കുട്ടിക്ക് തിരിഞ്ഞിട്ടുമില്ല. കാരണം അയാൾ ഒതുക്കെങ്കിൽ എത്തിയിട്ടുള്ളൂ, ഒതുക്കി കയറിയിട്ടില്ല. അതാ പ്രശ്നം. അതാണ് കാര്യം. ഇപ്പൊ ഒറ്റ ഭാഷയെ ഞാൻ പറഞ്ഞുള്ളൂ. പണ്ട് നമ്മളെ വെള്ളാപ്പള്ളിന്റെ ഒരു കവിതയിലുണ്ട്, ഉണ്ണി നിനക്കിപ്പോൾ ഇതിലപ്പുറം തോന്നും. മുണ്ടശ്ശേരി മാഷന്റെ കവിതയെ കാണാം. തിരിഞ്ഞോളൂ ഒന്നുകിൽ, അല്ലെങ്കിൽ തിരിഞ്ഞിട്ട് അവിടെ നിൽക്കേണ്ടി വരും. ഉപജീവന മാർഗമായി പ്രഭാഷണം കണ്ടാൽ അങ്ങനെ തകരാറുണ്ട്. നമ്മളെ ചീത്ത പറഞ്ഞിട്ട് കുട്ടിക്ക് അരിയോ മീനോ വാങ്ങാൻ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അതിൽ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടരുത്. പോട്ടെ. അപ്പൊ ഇപ്പറഞ്ഞ വാദപ്രകാരം തന്നെ ഒറിജിനൽ മുടിയാണെന്ന് AP പറഞ്ഞതിന് അംഗീകരിക്കുന്ന AP ഗ്രൂപ്പുകാർക്ക് തന്നെ അതിലൊരു വ്യാജ മുടി വിക്ഷേപിക്കപ്പെട്ടാൽ തിരിച്ചറിയാൻ ഒരു മാനദണ്ഡമില്ല. എന്തായിരിക്കും ഇപ്പൊ ഇതിന്റെ കഥ? ഇതിന്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എന്താ അപകടം? പണ്ടൊരാള് പറഞ്ഞാതിരി തലല്ലാത്തവനെന്ത് തീപ്പേടി? എന്താ അപകടം? അത് വലിയൊരു പള്ളി ഉണ്ടാക്കുന്ന അസൂയാണെന്ന്. അസൂയ എങ്ങനെ? ആകെ 3 മുടി കിട്ടിയവനോട് 7 മുടി കിട്ടിയവൻ അസൂയ ഉണ്ടാവുമോ? എന്താ